ശ്രീകാര പൂജ കയ്യേറ്റു അല്ലേ? എന്നിട്ടോ 14 ലോകങ്ങളിലും ഭിക്ഷയാചിച്ചു. ഞാൻ ഭൂമിയിൽ വന്നു എൻ്റെ ഭക്തിയായിരിക്കുന്ന പാർവതിയുടെ കരത്തിൽ നിന്ന് ഭോജനം വാങ്ങി അന്ന് പാർവതിക്ക് അന്നപൂർണേശ്വരി നാഭവും നൽകി. അങ്ങനല്ലേ എനിക്ക് ഭോജനം തന്നത്. അങ്ങനെയിരിക്കുന്നതായ കൈലാസനാഥനായിരിക്കുന്ന ഭഗവാൻ അല്ലേ? ദേവന്മാരിൽ ദേവനായിരിക്കുന്ന മഹാദേവൻ സ്ഥാനം വിട്ട് എൻ്റെ സ്ഥാനം എവിടെയാ? കൈലാസമല്ലേ? കൈലാസം വിട്ട് ഞാൻ എൻ്റെ സ്ഥാനം തറവാടും ഇല്ല, നിങ്ങളേതായിട്ട് തറവാടും ഭേദമായിട്ട് അല്ലേ? എൻ്റെ ക്ഷേത്രസന്നിധാനവും ഭേദമായിട്ട് കൈയെടുത്തു അല്ലേ? ഞാൻ എൻ്റെ ഭിക്ഷ വാങ്ങി. അപ്പോഴെന്താ അവിടെ വന്നതിൻ്റെ ഉചിതം അന്വേഷിച്ചു. അപ്പോഴെന്താ ആദ്യം ഉണ്ടായത്? താമൂലം എൻപക്കലാണല്ലേ? പിന്നെ വീണതോ മറഞ്ഞിട്ടാ വീണത്, അതും കിഴക്ക് പടിഞ്ഞാറ്. പിന്നെ വീണത് പടിഞ്ഞാറ് കിഴക്കാണ് അല്ലേ? ഇപ്പോഴെന്താ വീണത്? മൃതഗതിയേ ഉള്ളൂ. കേട്ടുവാ ചുമലന്നായി പിടിച്ച് ഒരേ ബുദ്ധിയായി മനസ്സ് നിന്നാൽ ഇവിടെ ഐശ്വര്യമേ ഉണ്ടാവും, സ്ഥാനം ഭേദമായിട്ട്. പിന്നെന്താ? നാളികേരം നയനം പുതിയ പ്രമാണമായിട്ടാ, അങ്ങനല്ലേ അവരെ അല്ലേ? ഇപ്പോഴെന്താ? വിറച്ചല്ലേ ഉണ്ടാവുക അല്ലേ? എന്നാൽ ഇനിയും വരുന്നതായ കാലഘട്ടങ്ങളിൽ അല്ലേ? കാലഘട്ടങ്ങളല്ലേ? ഓരോ ദിനംപ്രതി കഴിയുന്നതിന കാലഘട്ടങ്ങളല്ലേ? കാലഘട്ടം കഴിയുന്നതിന ഏവരും ഒരേ ബുദ്ധി ഒരേ മനസ്സായിട്ട് ഞങ്ങളെന്നിരിക്കുന്നതായ ദേവി ദേവന്മാരായിരിക്കുന്ന കാര്യകർമാദികൾ ചെയ്യുവാൻ തക്കവണ്ണം അല്പം കൊടുത്തു പറയണം. അതിലെന്താ? വിഷമാദികളൊന്നും വേണ്ടായിരിക്കും അല്ലേ? അതൊക്കെ നടന്നു വരും. അതൊക്കെ നടന്നു വരും. എന്താ? മനസ്സുകൊണ്ട് കൂടുതൽ ചിന്തിച്ച് ഭഗവാനെ തങ്കം നടക്കാനുള്ള ദേവന്മാർ ഇവിടെയുണ്ട്. എന്നാൽ ഞാനിവിടെ വരുന്നത് നിങ്ങൾ കരുതിയിരുന്ന ഈ രൂപത്തിൽ എന്നെ കാണുവാൻ എന്താ 4 വത്സരത്തിനുള്ളിൽ കണ്ടിട്ട് അല്ലേ? അതിനു മുമ്പിൽ എന്താ ഞാനിവിടെ ഇല്ലേ അല്ലേ? എനിക്ക് ബോധനം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ഇപ്പോൾ എൻ്റെ പൂർണ്ണരൂപത്തെ കണ്ടു, എൻ്റേതായിരിക്കുന്ന നിയമങ്ങളും കണ്ടു, ചടങ്ങുകൾ കണ്ടു അല്ലേ? ദൈവം എന്നതാണെന്ന് മനസ്സിലായി, ഇന്നതാണ് എൻ്റെ ഭഗവാനെന്നും മനസ്സിലായി അല്ലേ? അങ്ങനെ ഇരിക്കുന്ന ദേവനായിരിക്കുന്ന മഹാദേവനെ കണ്ടുവല്ലോ. ഇനി ഞാനെന്താ വേണ്ടത്? എൻ്റെ ചെറുമനുഷ്യന്മാരായിരിക്കുന്ന ഭക്തന്മാരായിട്ട് കൂടിക്കൊണ്ട് മറ്റുള്ള ദേവി ദേവന്മാർക്ക് തക്കവണ്ണം മന്തി പഴകിപ്പെടണം അല്ലേ? ഞാൻ ശ്രദ്ധിച്ചു പോരട്ടല്ലേ? എവരോടും ശ്രദ്ധിക്കട്ടല്ലേ? സമ്മതം തന്നെയല്ലേ? അവരെ